ഹലോ ഗൈസ്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ തുടങ്ങി ഏറെക്കുറെ തീരാറുമായിട്ടുണ്ടല്ലേ. എങ്കിൽ നമുക്കൊരു ഉത്സവപ്പറം പോലെ പോയി വന്നാലോ? ദൈവാരാധനയും ദൈവത്തെയും നിൽക്കലും നാട് കാണിക്കലും ഒക്കെയാണ് ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും അത് വീട്ടമ്മമാർക്ക് ചട്ടികളെ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കലും പെൺകുട്ടികൾക്ക് വളക്കമ്മൽ പൊട്ടു തുടങ്ങി ഒരുക്കു സാധനങ്ങൾ വാങ്ങിക്കാനുമുള്ള ഒരു അവസരമാണ്. ഇനി മാമന്മാർക്ക് വെള്ളമുടി ചുറ്റുകളി തല്ലുകൂടലാണെങ്കിൽ ഇനി പയ്യന്മാർക്ക് വായ്നോട്ടം ലൈനിന്റെ റീൽസെടുക്കൽ എന്നിങ്ങനെയാണ് 5 ദിവസം നീണ്ടു നിന്ന ഉത്സവ പരിപാടി രാവിലത്തെ പൊങ്കാലയോടുകൂടിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പൊങ്കാല തനിയിടുന്നത്. പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധയോടെ വേണം കേട്ടോ കൈകാര്യം ചെയ്യാൻ. കാരണം പൊങ്കാല ഇട്ടുകൊണ്ട് നിൽക്കുന്നവരുടെ എന്റെ അടുത്ത് നിന്ന് ഒരു അമ്മയുടെ സാരിയിൽ തീ കറിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഇതെന്റെ ബെസ്റ്റ് കൂട്ടുകാരിയാണ് കേട്ടോ. ഞങ്ങൾ പ്ലസ് ടു ഒക്കെ ഒരുമിച്ചാണ് പഠിച്ചത്. എന്തായാലും കല്യാണം കഴിച്ചത് ഒരേ നാട്ടിൽ തന്നെയാണ് കേട്ടോ. അമ്പലം അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രിയിലെ പരിപാടികളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കാശിക്കുട്ടിന് എല്ലാ പരിപാടി ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഡാൻസ് പരിപാടി കേട്ടോ. ഇത് ഡാൻസ് പരിപാടിയാണ് കേട്ടോ. ഡാൻസ് കണ്ട് അവിടെ നിന്ന് തുള്ളുവാണ് എന്റെ കാശി. കാശി കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് അവരെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നടക്കില്ലെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ മറ്റൊരു കലാപരിപാടിയാണ് തീറ്റി. വായിക്ക് പിന്നെ റെസ്റ്റും കാണില്ല കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നദാനം. നല്ല പൊരി വെയിലത്ത് ക്യൂ നിന്ന് ഇതുപോലെ അന്നദാനമൊക്കെ വാങ്ങി ഇവിടെ വന്നിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉത്സവത്തിന്റെ അവസാന ദിവസം സമൂഹ സദ്യയായിരുന്നേ. എന്തായാലും നമ്മൾ അതും പോയി കഴിച്ചു കേട്ടോ. വൈകിട്ട് ഒരു 4:30 കൂടി തന്നെ നമ്മുടെ കെട്ടുകാഴ്ചകളൊക്കെ ഇറങ്ങി തുടങ്ങിയായിരുന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന്. സത്യം പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് ഭാഗ്യല്ലേ. കാരണം എന്തോരം കളിപ്പാട്ടങ്ങളായിപ്പോയി പിള്ളേർക്ക്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് മത്തങ്ങാ ബലൂണും ഊത്തും ധൂമ്പചാലെ പാട്ട് കേൾക്കുന്ന ഒരു പിങ്ക് ഫോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 രൂപയുടെ മത്തങ്ങാ ബലൂണിന് വേണ്ടി ഒരു 50 തൊട്ടെങ്കിലും കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടാവും. കെട്ടുകാഴ്ചകൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു കടയുടെ വണ്ടിയിൽ സ്ഥാനം പിടിച്ചായിരുന്നു കേട്ടോ, നല്ല വ്യക്തമായിട്ട് കാണാനായിട്ട്. ഉത്സവം കാണാൻ പോകുന്ന സ്ത്രീകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ആനയുടെ മുന്നിൽ പോയി വായി നോക്കി നിൽക്കരുത്. അതെന്താ സ്ത്രീകളോട് മാത്രമായിട്ട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ സ്ത്രീകളൊക്കെ മിക്കവാറും സാരിയും പാവാടും ഉടുപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നത്. ഒരുപക്ഷെ ആനയ്ക്ക് എന്തെങ്കിലും ഒരു പന്തികേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിക്കാലടിച്ച് ഓടണ്ടേ. അത് എന്തായാലും പാവാടയും സാരിയൊന്നും ഉടുത്തിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് കാണുന്ന ആൺകുട്ടികളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഉത്സവം ആകുമ്പോഴത്തേക്ക് വെള്ളം അടിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ദയവ് ചെയ്ത് കെട്ടുകാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം മതി കേട്ടോ. വെള്ളമടിച്ച് 4-ാം കാലിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആന വരണ്ടു കഴിഞ്ഞാൽ ഉള്ള 2 കാലുകളും ഇതിനൊന്നും വർക്കാവില്ല. ഇപ്രാവശ്യം 5 ആനയേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 39 ആനകളെ വരെ നമ്മുടെ അമ്പലത്തിൽ എഴുന്നള്ളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഫ്ലോട്ടുകളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഈ ഫ്ലോട്ടുകൾ എന്ന് പറയുന്നത് ദൈവങ്ങളുടെ ശില്പങ്ങളാണെന്നുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഓരോ ഫ്ലോട്ടുകൾക്ക് പിന്നിലും ഐതിഹ്യങ്ങളും പുരാണ കഥകളും ഉണ്ടെന്ന കാര്യം വളർന്നപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും കലാകാരന്മാരുടെ കലാവിരുതുകൾ അഭിനന്ദനാർഹം തന്നെയാണ് കേട്ടോ. ഈ ഇടയ്ക്ക് സതീവിയോഗം എന്നൊരു ഫ്ലോട്ട് ഉണ്ടായിരുന്നേ. അഗ്നിയിൽ വെന്ത് വെണ്ണീറായ സതീദേവിയെ വാരിയെടുത്ത് പരമശിവൻ ദുഃഖവും കോപവും കൊണ്ട് സതീ എന്നൊരു വിളിയുണ്ട്. എന്നാൽ അതേ ഫ്ലോട്ട് മറ്റൊരിടത്ത് കണ്ടപ്പോഴത്തേക്ക് അതിന് ഡൈലാമോ പാട്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. ശരിക്കും അത് കണ്ട് ചിരിക്കണോ ചിന്തിക്കണോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി കേട്ടോ എനിക്ക്. ഇത് കാണുന്ന കുട്ടികളുടെ ചിന്ത എന്തായിരിക്കും എന്നറിയോ? പരമശിവനും പെണ്ണുമ്പിള്ളിയും കൂടെ ബ്രേക്ക് ഡാൻസ് കളിക്കുകയാണെന്നല്ലേ വിചാരിക്കൂ. ആർക്കറിയാം. എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു വിങ്ങലാണ് മനസ്സിന്. ഇനി ഒരു കൊല്ലം കാത്തിരുന്നാലല്ലേ അടുത്ത ഉത്സവം വരത്തുള്ളൂ. എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴ പെയ്തായിരുന്നു കേട്ടോ. മഴ കൂടെ മഴ വന്ന വീട്ടിൽ പോടാന്നും പറഞ്ഞ് ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് മടങ്ങി. മഴ ഒന്ന് ക്ഷമിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് വന്ന കമ്പൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഈ വർഷത്തെ ഉത്സവവും കഴിഞ്ഞു.